തെരുവുനായ വിഷയത്തിൽ വീണ്ടും മനേകാ ഗാന്ധി തെരുവുനായ്ക്കളെ കൊല്ലുന്നതിന് പകരം വന്ധ്യംകരണമാണ് ഫലപ്രദമായ നടപടി. വന്ധ്യംകരണത്തിനായി നൽകിയ തുക കേരളം ചെലവാക്കിയില്ലെന്നും മനേകാ ഗാന്ധി കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഇക്കാര്യത്തിൽ വീണ്ടും മനേകാ ഗാന്ധി കേരളത്തിന് എതിരായ വാദവുമായി രംഗത്തെത്തുകയാണോ? രൂക്ഷമായ തെരുവുനായ പ്രശ്നത്തെക്കുറിച്ചാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി മനേകാ ഗാന്ധി ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തെരുവുനായ പ്രശ്നം എന്നുള്ളത് പ്രശ്നം തന്നെയാണ്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ സർക്കാരുകൾ സ്വീകരിക്കുന്ന സമീപനം അല്ലെങ്കിൽ പൊതുജനങ്ങൾ സ്വീകരിക്കുന്ന സമീപനത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. തെരുവ് നായ്ക്കളെ കൊന്നുകളഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും എന്ന് കരുതുന്നത് യുക്തിയല്ല. കാരണം അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് പരാജയപ്പെട്ടതാണ്. തെരുവുനായ്ക്കളെ കൊല്ലുന്നതിനനുസരിച്ച് അത് ഒരു പ്രദേശത്തെ തെരുവുനായകളെ കൊന്നുകഴിഞ്ഞാൽ മറ്റു സ്ഥലത്ത് നിന്നും തെരുവുനായ്ക്കൾ ആ പ്രദേശത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന തെരുവുനായ്ക്കൾ കൂടുതൽ അക്രമകാരികളായിരിക്കും. പ്രത്യേകിച്ചും ഭക്ഷണം അന്വേഷിച്ചാണ് തെരുവുനായ്ക്കൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ സ്ഥലത്ത് നിന്നും എത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഒരു പരിഹാര മാർഗ്ഗമായി കാണാൻ കഴിയില്ല. പ്രത്യേകിച്ചും തെരുവുനായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങളും രാജ്യത്ത് നിലവിലുണ്ട്. ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് തെരുവുനായ്ക്കളെ കൊന്നൊടുക്കിയത് കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകില്ല. ഇതിൽ ഫലപ്രദമായി പരീക്ഷിച്ച് വിജയം കണ്ടത് വന്ധ്യംകരണം മാത്രമാണ്. വന്ധ്യംകരണം നടത്തിയ നായ്ക്കൾ അക്രമകാരികളാകുന്നില്ല. അത്തരത്തിലുള്ള വന്ധ്യംകരണം നടത്തിയ നായ്ക്കൾ അക്രമകാരികളാകില്ല എന്നുള്ളത് മാത്രമല്ല, അത് തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാനും സഹായകരമാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നതാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഫലപ്രദമായ കാര്യം. മറ്റൊരു കാര്യം മനേകാ ഗാന്ധി വിശദീകരിച്ചത് കേരളത്തെയും മറ്റ് സംസ്ഥാനങ്ങളെയും തമ്മിലുള്ള ഒരു താരതമ്യമാണ്. കേരളത്തിലാണ് പൊതുവെ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറവായിട്ടുള്ളത്. തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കേരളത്തെക്കാൾ കൂടുതൽ തെരുവുനായ ഒരു പ്രദേശങ്ങളാണ്. പക്ഷെ ഈ സ്ഥലങ്ങളിൽ തെരുവ് നായകൾ അക്രമങ്ങളല്ല, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ആരെങ്കിലും മരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകാറില്ല. വന്ധ്യംകരണം പരീക്ഷിച്ച് വിജയിപ്പിച്ച സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം തന്നെയും. അതുകൊണ്ട് അത്തരത്തിലുള്ള മാതൃകാപരമായ നടപടികളിലേക്ക് കേരള സംസ്ഥാനം കടക്കണം എന്നാണ് ഇപ്പോൾ മനേകാ ഗാന്ധി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നിലവിൽ തെരുവുനായകൾ കടിച്ച് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു സ്ത്രീ മരിക്കാനിടയായ സാഹചര്യം ഉണ്ട്. ഈ സാഹചര്യമെല്ലാം കേരളത്തിൽ നിന്ന് വലിയ വാർത്തകളായി, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ വാർത്തകളായി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി മനേകാ ഗാന്ധി നിലവിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്താണ് പോംവഴി എന്ന് പറയാതിരിക്കുകയാണോ ചെയ്യുന്നത്? ഒരു ദീർഘകാലയളവിലേക്കുള്ള ലോങ് ടൈം ആയിട്ടുള്ള ഒരു പരിഹാര നടപടി എന്നുള്ള നിലയിലാണ് വന്ധ്യംകരണത്തെ കാണാൻ കഴിയുക. അതുതന്നെയാണോ ഇപ്പോഴും മനേകാ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സന്തോഷ്, സുരരാജ്, തിരുവനന്തപുരത്ത് തെരുവുനായയുടെ കടിയേറ്റ സ്ത്രീ മരിക്കാനുണ്ടായ സാഹചര്യവും മനേകാ ഗാന്ധി വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നേരത്തെ ഒരു മാധ്യമത്തിൽ വന്ന തരത്തിൽ മാംസവുമായി പോയതുകൊണ്ടാണ് ഈ തെരുവുനായ ആക്രമിച്ചത് സ്ത്രീയെ എന്ന് താൻ പറഞ്ഞിട്ടില്ല. അത് വാർത്ത തെറ്റായ രീതിയിലാണ് വന്നത് എന്നുള്ള കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മനേകാ ഗാന്ധി വ്യക്തമാക്കിയ കാര്യം രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തെരുവ് നായ്ക്കളാകാം ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. ഏതായാലും അത് സംബന്ധിച്ച പരിശോധന പൂർത്തിയായിട്ടില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന നടപടികളല്ല വേണ്ടത്. ഫലപ്രദമായ പരിഹാരം, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരം തന്നെയാണ്. അതിനുവേണ്ടിയാണ് വന്ധ്യംകരണം എന്നുള്ള മാർഗം, ശാസ്ത്രീയമായ മാർഗം തന്നെ അവലംബിക്കേണ്ടത്. താൽക്കാലികമായ പരിഹാരം ഈ പ്രശ്നത്തിന് ഉണ്ടായിട്ട് കാര്യമില്ല എന്നും മനേകാ ഗാന്ധി വിശദീകരിച്ചു. അതെ സന്തോഷ്, താൽക്കാലികമായ പരിഹാരത്തിന് കാര്യമില്ല എന്ന് മനേകാ ഗാന്ധി പറയുമ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്ന, കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ കാണാൻ മനേകാ ഗാന്ധി തയ്യാറാകുന്നില്ല എന്ന് അവരുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ? ആ നിലയിൽ നിലവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ എന്ത് സാധിക്കും എന്നുള്ള നിലയിലേക്കൊരു ഉത്തരം അവരിൽ നിന്ന് ലഭ്യമായിട്ടില്ലേ? സുരരാജ്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ള കൂടുതൽ മറുപടികൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ഈ വിഷയം, പ്രത്യേകിച്ചും കേരളത്തിലെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ വളരെ മാതൃകാപരമായി ഈ കാര്യത്തിൽ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ പുകഴ്ത്തുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി വിശദീകരിക്കുന്നത്. ആ കാര്യം
യാഥാർത്ഥ്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ തമിഴ്നാടിന്റെ കാര്യവും ഹരിയാനയുടെ കാര്യവുമെല്ലാം മനേകാ ഗാന്ധി എടുത്തു പറയുകയുണ്ടായി. തെരുവുനായ പ്രശ്നം നേരിടുന്നതിൽ കൂടുതൽ തെരുവുനായകൾ ഉണ്ടായിട്ട് കൂടിയും ആ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഈ സംസ്ഥാനങ്ങൾ പൂർണ്ണമായ വിജയമാണ്. പക്ഷെ കേരളം ഈ കാര്യത്തിൽ എപ്പോഴും വളരെ വൈകാരികപരമായിട്ട് മാത്രം ആണ് കേരളം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, കേരള സംസ്ഥാനത്തിന് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ വന്ധ്യംകരണം നടത്തുന്നതിനായിട്ട് കേന്ദ്രം അനുവദിക്കാറുണ്ട്. പക്ഷെ ഈ ഫണ്ട് കേരളം മാത്രം വിനിയോഗിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള മുൻകാല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രം അനുവദിച്ച് ഈ ഫണ്ട് ഉൾപ്പെടെ വിനിയോഗിക്കാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം വൈകാരികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാക്കുന്നത് കാര്യമില്ല ഇതിൽ എന്നാണ് മനേകാ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു നിലപാട് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. സന്തോഷ്, ഇക്കാര്യത്തിൽ കേന്ദ്ര നിലപാടിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര നിലപാടിനെ എതിർത്തുകൊണ്ട് സംസ്ഥാനം നിലവിൽ അക്രമകാരികളായ നായകളെ കൊല്ലുവാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. കേന്ദ്രം ഇക്കാര്യത്തിൽ കൊല്ലാൻ കഴിയില്ല, കൊല്ലരുത് എന്ന നിർദ്ദേശം വച്ചിട്ടുണ്ടെങ്കിലും ആ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് ഇവയെല്ലാം കൊല്ലാം എന്നുള്ള നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. ആ നിലപാടിനെ എങ്ങനെയാണ് നിലവിൽ മനേകാ ഗാന്ധി കാണുന്നത്? സൂര്യരാജ്, ഈ വിഷയം തന്നെ മനേകാ ഗാന്ധിയോട് ചോദിക്കുകയുണ്ടായി. കേരളം തെരുവ് നായ്ക്കളെ കൊല്ലാൻ ഉള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കേന്ദ്രം ഏതു തരത്തിലുള്ള സമീപനമായിരിക്കും ഈ ഒരു തീരുമാനത്തോട് ഉണ്ടാവുക എന്നുള്ള കാര്യം മന്ത്രിയോട് ചോദിച്ചു. മന്ത്രി അതിന് നൽകിയ മറുപടി, കേരളം അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലും എന്നുള്ള കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം ചർച്ചയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം സംസ്ഥാനവുമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ള വിഷയം കൂടി മന്ത്രി. അതോടൊപ്പം തന്നെ ഇതിന്റെ നിയമപരമായിട്ടുള്ള ചില വശങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. കാരണം നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ചില വിധികളും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകളുമെല്ലാം തന്നെ പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇതൊക്കെ തന്നെ വ്യക്തമാക്കുന്ന കാര്യം തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് നിയമാനുസൃതമായി ശരിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളം അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് കടക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി മന്ത്രി പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കേരള സംസ്ഥാന സർക്കാരുമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നുള്ള കാര്യം പരിശോധിക്കും എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ നിയമപരമായ എന്തെങ്കിലും ഒരു നടപടികളിലേക്ക് തങ്ങൾ നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ നൽകുന്നുണ്ടോ? മനേകാ ഗാന്ധി നേരിട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് സംസ്ഥാനത്തിന് നൽകുന്നുണ്ടോ? സന്തോഷ്. സൂര്യരാജ്, തീർച്ചയായും ഇല്ല. ആ കാര്യം തന്നെ ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ തൽക്കാലം നടപടികൾ കേന്ദ്രം സംസ്ഥാനത്തിനെതിരെയുള്ള നടപടികൾ ഒന്നും തന്നെ ആലോചിക്കുന്നില്ല. കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം കേരളം ഏതു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നത്. എങ്കിലും മനേകാ ഗാന്ധി വ്യക്തമാക്കുന്ന ഒരു കാര്യം, നിയമം ലംഘിച്ചുകൊണ്ട് അങ്ങനെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, അങ്ങനെ പോകില്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മനേകാ ഗാന്ധി പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാനവുമായി ചർച്ച ചെയ്തുകൊണ്ട് എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി പറയുന്നു. ഇത് കൂടാതെ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ മറ്റൊരു വിഷയം ചൂണ്ടിക്കാണിച്ചത്, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ വളരെ വൈകാരികമായി തന്നെ കേരളത്തിലുള്ള ജനങ്ങൾ കാണുന്നുണ്ട്. അത്തരത്തിൽ അത് കാണേണ്ട കാര്യമില്ല കൂടെ മന്ത്രി വ്യക്തമാക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ഈ ആശങ്ക കേന്ദ്രത്തിനും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള നടപടികളായിരിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ള കാര്യവും മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. സന്തോഷ്, ഇവിടെ വന്ധ്യംകരണത്തിനായി കേന്ദ്രം നൽകുന്ന ഫണ്ട് സംസ്ഥാനം ഫലപ്രദമായി ഉപയോഗിച്ചില്ല എന്ന കുറ്റപ്പെടുത്തൽ മനേകാ ഗാന്ധി നടത്തുമ്പോൾ അത് ഏത് വിധത്തിലാണ് അവർ അതിനെ വിശദമാക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് എന്ത് സംഭവിച്ചുവെന്നാണ് അവർ പറയുന്നത്? സൂര്യരാജ്, ഈ കാര്യത്തിൽ സംസ്ഥാനത്തെ വളരെ രൂക്ഷമായി തന്നെയാണ് മനേകാ ഗാന്ധി വിമർശിച്ചിട്ടുള്ളത്. കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കും കേരളത്തിനും എല്ലാം തന്നെ ഈ നായ്ക്കളുടെ വന്ധ്യംകരണത്തിനായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കേരളം മാത്രമാണ് ആ ഫണ്ട് വിനിയോഗിക്കാത്തത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെ മനേകാ ഗാന്ധി സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും കേരളത്തിൽ ഈ വിഷയം വളരെ തെരുവുനായ പ്രശ്നം രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. എന്നിരുന്നിട്ടും സംസ്ഥാനത്ത് ഈ ഫണ്ട് വിനിയോഗം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഫണ്ട് കൃത്യമായി വിനിയോഗം ചെയ്ത ചില സംസ്ഥാനങ്ങളാണ്, തെരുവുനായ ശല്യമുള്ള ചില സംസ്ഥാനങ്ങളാണ് ഹരിയാനയും അതോടൊപ്പം തന്നെ തമിഴ്നാടും. ഇവർ ഫണ്ട് കൈകാര്യം ചെയ്യുകയും വിനിയോഗിക്കുകയും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു കേസ് പോലും തെരുവുനായയുടെ കടിയേറ്റ ഒരു
പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സംസ്ഥാനങ്ങളായി ഇത് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യ തലസ്ഥാനമായ ദില്ലിയിലും ഇത്തരത്തിൽ രൂക്ഷമായ തെരുവുനായ ശല്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയും വന്ധ്യംകരണ പ്രക്രിയ കൃത്യമായി നടന്നത് കാരണം ഇപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ കേരളം ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു. സംസ്ഥാനത്തിന് നൽകിയ തുക വിനിയോഗിക്കാതെ കേരളം തുക നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുതന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള കാരണമായിട്ടുണ്ട് എന്നാണ് മന്ത്രി കുറ്റപ്പെടുത്തുന്നത്. സന്തോഷ്, നിലവിലെ പ്രശ്നങ്ങളുടെ ഒരു ഗൗരവം കണക്കിലെടുത്ത കേന്ദ്രം എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേരിട്ടുള്ള ഇടപെടൽ സംസ്ഥാനത്ത് നടത്താനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് മനേകാ ഗാന്ധി സൂചിപ്പിക്കുന്നുണ്ടോ? ഈ വന്ധ്യംകരണം പോലെയുള്ള മാർഗങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ നിലവിലുള്ള പ്രശ്നത്തെ പരിഹരിക്കാനായി ഉടനടി ചെയ്യാവുന്ന മാർഗം എന്നുള്ള നിലയിൽ എന്തെങ്കിലും പദ്ധതി കേന്ദ്രം നേരിട്ട് കൊണ്ടുവരുന്നതായി അറിയുന്നുണ്ടോ? സുരരാജ്, അങ്ങനെയുള്ള ഒരു പദ്ധതിയും കേന്ദ്രം ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നിലവിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എങ്ങനെ ഈ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നത്. അതിനായി സംസ്ഥാനവുമായി ശരി, സന്തോഷിലേക്ക് തിരികെ വരാം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എബ്രഹാം മാത്യു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എബ്രഹാം മാത്യു, മനേകാ ഗാന്ധി വീണ്ടും സംസ്ഥാനത്തിന് എതിരായ വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധേയമായി കാണാനുള്ളത് മലയാളം വാരികയിൽ മനേകാ ഗാന്ധി 2 ആഴ്ച മുമ്പ് നടത്തിയ ഒരു അഭിമുഖത്തിൽ ഇതേ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം കേരളത്തിന്റെ സാഹചര്യങ്ങൾ അവർക്ക് വ്യക്തമല്ല. അവര് കാണുന്നത് ഡൽഹിയിലൂടെയുള്ള വിശാലമായ തെരുവീതികളിൽ അലിഞ്ഞു നടക്കുന്ന പട്ടികളെ മാത്രമാണ്. കേരളത്തിലെ തെരുവോരങ്ങളിലും കടൽ തീരത്തിലും സാധാരണ മനുഷ്യർക്ക് പ്രശ്നമുണ്ടാക്കുന്ന നരഭോജികളായ നായ്ക്കളെ കുറിച്ച് അവർക്ക് ബോധ്യമില്ല. എനിക്ക് എന്റെ സജഷൻ ഇതാണ്: കേരളത്തിലെ ഒരു സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കണ്ട് മനേകാ ഗാന്ധിക്കെതിരെ അവരുടെ നിലപാടുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊന്ന്, അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതിനെ മറികടക്കാനായി നിരവധി കോടതി വിധികളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലരും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് മാറുന്നത്. അതിനെ മറികടക്കാനായി ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതിന് നേരത്തെ മാതൃകയുണ്ട്. 2006 സർക്കാർ മുല്ലപ്പെരിയാർ വിഷയം സജീവമായി നിന്ന സമയത്ത് ഡാം സേഫ്റ്റി ആക്ട് നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കുകയുണ്ടായി. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പുതിയൊരു ബില്ല് സംസ്ഥാന സർക്കാരിന് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലപ്പോഴും ഉത്തരവാദിത്തത്തെ മാറി നിൽക്കുന്നത് സുപ്രീം കോടതി വിധി, മനേകാ ഗാന്ധിയുടെ ഇടപെടൽ ഇങ്ങനെയൊക്കെയുള്ളത് കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനൊരു ഒരു ഒരു ചങ്കൂറ്റമില്ല ഈ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്ന കാര്യത്തിൽ. കേസിൽ കുടുങ്ങുമോ എന്ന ഭയമാണ് അവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. മറ്റൊന്ന്, സർവകക്ഷി സംഘം പോവുകയും വേണം. ഈ ഹലോ കേൾക്കാം പറയൂ. ABC പ്രോഗ്രാം ഒട്ടും പ്രായോഗികമല്ല. കേരളം പോലുള്ള ഒട്ടും പ്രായോഗികമല്ല. കാരണം പല വെറ്ററിനറി ഡോക്ടർമാരും പറഞ്ഞിട്ട് ഒന്നാമത് സ്റ്റാഫ് സ്ട്രെങ്ത് കേരള മേഖലയിലും വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിൽ ഈ തെരുവ് നായ്ക്കളെ ട്രേസ് ചെയ്ത് കൃത്യമായി ലൂപ്പ് ഹോൾ ഇല്ലാതെ അതിനെ കണ്ടുപിടിച്ച് വന്ധ്യംകരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വന്ധ്യംകരണം കൊണ്ട് പട്ടികളുടെ പ്രത്യുൽപാദന ശേഷി നശിക്കുന്നുവെന്നേ ഉള്ളൂ. അതിന് കടിക്കാനുള്ള പ്രവണത നശിക്കുന്നില്ല. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, പേവിഷയുള്ള പട്ടികൾക്ക് വന്ധ്യീകരണം ചെയ്തുകൊണ്ടെന്താ പേവിഷബാധ ഏറ്റ അല്ലെങ്കിൽ അത് പകർത്താനിടയുള്ള നായ്ക്കളെ വന്ധ്യീകരിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? കാരണം അത് കടിച്ചു കഴിഞ്ഞാൽ പേവിഷം ബാധിക്കുന്നു. അപ്പൊ നമുക്ക് ക്യാൻസർ പോലെയോ ഡെങ്കിപ്പനി പോലെയോ ഉള്ള മാരക രോഗങ്ങൾക്കെതിരെ നമ്മുടെ ആരോഗ്യവകുപ്പ് എടുക്കുന്ന നിതാന്ത ജാഗ്രത ഈ പട്ടികടിയെ തുടർന്നുള്ള അപകടത്തിന്റെ പേരിലും നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ പരിഗണിക്കേണ്ടതാണ്. മാരക രോഗങ്ങളോടുള്ള നമ്മുടെ ജാഗ്രത പട്ടികടിയെ തുടർന്നുണ്ടാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാരക രോഗങ്ങൾക്കെതിരെ ജാഗ്രതയും പ്രചരണവും സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ വേണ്ട കുറെ ക്യാൻസർ രോഗികൾ ക്യാൻസർ കൂടുതൽ ആളുകൾ കൂടെ വന്നോട്ടെ, ക്യാൻസർ എന്ന് പറയുന്നത് നല്ല മൗലികമായിട്ടുള്ള ഒരു രോഗമല്ലേ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. പട്ടി കടിച്ചോട്ടെ, പേപ്പട്ടിയെ കൊല്ലരുത് എന്ന് പറയുന്നത്. ഇതിനെ ഒറ്റയടിക്ക് എല്ലാത്തിനെയും കൊന്നു തള്ളുക എന്നത് പ്രായോഗികമായ ഒരു മാർഗമല്ല എന്ന വാദമാണ് മനേകാ ഗാന്ധി പ്രധാനമായും ഉയർത്തുന്നത്. ഈ പട്ടികളെ കേരളത്തിൽ പട്ടികളെ കൊല്ലുക എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പ്രായോഗികമായിട്ടുള്ളൂ. കാരണം ഈ തെരുവുകൾ കൈയടക്കിയിരിക്കുന്നു. പട്ടികളെ കൊല്ലുക എന്നുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ. വന്ധ്യീകരിച്ചാൽ തന്നെ അതിന്റെ അടുത്ത ജനറേഷൻ മാത്രമേ ഇല്ലാതാകുന്നുള്ളൂ. അപ്പൊ
അപ്പൊ ഈ കേരളത്തിലെ ഈ പുല്ലുവിള പോലുള്ള പ്രദേശത്ത് ഭയചകിതരായി പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന പാവപ്പെട്ട ജനസമൂഹത്തിന് ആശ്വാസം പകരാൻ 4 വർഷം കഴിഞ്ഞുള്ള ഒരു പ്രക്രിയ മതിയോ? നാം ചെയ്യേണ്ടത് അടിയന്തരമായി പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇതിനെ മുഴുവൻ കാണുന്ന ഈ തെരുവ് നായ്ക്കളെ മുഴുവൻ കൊന്നൊടുക്കുക മാത്രമേ ഉള്ളൂ. അല്ല വേറെ മാർഗം ഇപ്പൊ കാണുന്നില്ല. ഈ നായ്ക്കൾ ആക്രമണ ഭീഷണി ഉള്ളവരാണോ അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള മാർഗം എന്താ? അത് ആരെ ഐഡന്റിഫൈ ചെയ്യും? അതിനുള്ള സംവിധാനം എന്താണ്? അത്ര ശാസ്ത്രീയമാണോ, ഹൈടെക് ആണോ നമ്മുടെ സമൂഹം? ഇതിന്റെ പിന്നാലെ ആര് പോകും? അപ്പൊ പട്ടിയെ കൊല്ലുക എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയല്ല. കാരണം മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാം സമഭാവനയോടുകൂടി ജീവിക്കുന്നതാണ് പ്രകൃതി നിയമം അനുസരിച്ച്. പക്ഷെ മനുഷ്യന് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരം നായ്ക്കളെ നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരി, അതെ അതെ. വളരെയധികം നന്ദി ശ്രീ എബ്രഹാം മാത്യു ഈ വിഷയത്തിൽ പ്രതികരിച്ചു.